ഫ്രണ്ടിൽ ലുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് ഒരു ഏലിയൻ കട്ടെന്നൊക്കെ വേണം പറയാൻ. രണ്ട് കണ്ണ് നമ്മൾ യൂണിക്കോണിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന സെയിം കാലിപ്പറും ഡിസ്കൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പൾസർ 180 വന്നിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇവിടെ. വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂരാണ്. നമ്മളിന്ന് ഒരു മോഡിഫൈഡ് വണ്ടിയുടെ റിവ്യൂ അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടിയുടെ റിവ്യൂ ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു കോഡ് ബൈക്ക് നമ്മുടെ ഇവിടെ പെരുമ്പാവൂർ ഒരു അൻവർ ബ്രോ പുള്ളി ഇന്നൊരു കോഡ് ബൈക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ പാർട്സ് ഒരുപാട് പാർട്സ് കൂട്ടിച്ചേർത്ത് ഒരു കോഡ് ബൈക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയത് നമുക്ക് ഈ ഇരിക്കുന്നതാണ് വണ്ടി. അപ്പോൾ നമ്മുടെ അൻവർ ബ്രോ ഒരു അടിപൊളി ഒരു തീപ്പൊരു വണ്ടി തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നലെ ഒരു രക്ഷയിലാട്ടോ, വണ്ടി പവർ സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ്, അപ്പോൾ ഇത് ഫുൾ പാർട്സ് എങ്ങനെ ഇത് ബിൽഡ് ചെയ്തെടുത്തു, എത്ര കോസ്റ്റ്, എത്ര സമയം എടുത്തു എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം നമുക്ക് അൻവർ ബ്രോയും പരിചയപ്പെടാം. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് അൻവർ ബ്രോ നമ്മുടെ കൂടെ കൂടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം, വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ ലുക്കിൽ നിന്ന് തന്നെ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാം. നമുക്കിവിടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കസ്റ്റമേഡ് ഫ്രണ്ട് കിറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഫൈബറിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്തൊരു കിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ലുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് ഒരു ഏലിയൻ കട്ടെന്നൊക്കെ വേണം പറയാൻ. രണ്ട് കണ്ണ് പോലെ രണ്ട് LED ലൈറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ സ്വന്തം ഐഡിയയിൽ തന്നെ ചെയ്തതാണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കസ്റ്റമേഡ്, അതായത് പുള്ളി തന്നെ ബിൽഡ് ചെയ്തെടുത്തൊരു ഷാസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്വന്തമായിട്ട് പുള്ളി ബിൽഡ് ചെയ്തെടുത്ത സംഭവങ്ങളാട്ടോ ഇതിനകത്ത് ഫുള്ള്. അതായത് പുള്ളിയുടെ സ്വന്തം ഐഡിയയ്ക്ക് പുള്ളി എല്ലാ ഓൺലൈനും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഇവിടെ ഈ ടയറിൽ വന്നിരിക്കുന്ന റിം എന്ന് പറഞ്ഞാൽ 800 സ്റ്റോക്ക് വന്നിരിക്കുന്ന റിമ്മും ടയറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള പോർഷൻ, അതായത് ഈ സെൻറ്റർ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ ഡിയോയിലൊക്കെ വന്നിരുന്ന ഒരു സെൻറ്റർ പോർഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഡിസ്ക് വന്നിരിക്കുന്നത് അതിൻ്റെയാണ്. അപ്പോൾ അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം അതിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കോമ്പി ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇതുണ്ടോ ആക്റ്റീവയിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു പീസ്. നമുക്ക് ഇത് അകത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, പുറത്ത് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ ലോറാമും അപ്പറാമും ഇതൊക്കെ പുള്ളി സ്വന്തമായിട്ട് ചെയ്തുണ്ടാക്കിയെടുത്താണ് കസ്റ്റം ബിൽഡ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരാൻ ഈ കാണുന്നത് കരീഷ്മയിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന ഒരു ഷോക്കാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വർക്കിംഗ് ആട്ടോ, നല്ലൊരു നമുക്ക് കൂടുതൽ ഇടിയൊന്നും നമുക്ക് തോന്നുന്നില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും നല്ലൊരു കംഫർട്ട് നമുക്ക് തരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന്. നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ സൈഡിലൊക്കെ ഒരു രക്ഷയില്ല. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വണ്ടി കുറച്ച് വൈഡാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് കോഡ് ബൈക്ക് ഒരു സൈസ് ഉണ്ട്, അപ്പോൾ ആ ഒരു സൈസ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കോഡ് ബൈക്ക് എങ്ങനെയാണോ കമ്പനി പുറത്ത് ഇറക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ ഒരു ടാങ്കിൻ്റെ പോർഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഷാസിയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ബ്ലൂ കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഒരു കോമ്പിനേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ആ താഴെ ഹൃദയ ഭാഗത്തേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന വണ്ടിയുടെ ഹൃദയം, അതായത് വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുകയാണെങ്കിൽ പൾസർ 180 വന്നിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഒരു അടിപൊളി ഒരു ബെൻഡ് വൈപ്പ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻഡ് ബൈക്ക് കസ്റ്റമേഡ്, അതായത് കുറേ പാർട്സ് നമുക്കിവിടെ കാണാൻ കുറേ വെൽഡിങ് പീസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഇത് വെൽഡ് ചെയ്ത് ഇതിൻ്റെ ഒരു ശരിക്കും ഈ ഒരു സൈഡിലേക്ക് വെക്കാനായിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് അതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതൊക്കെ. പിന്നെ നമുക്കിവിടെ എഞ്ചിൻ സൈഡിൽ ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. കസ്റ്റമേഡ് എയർ ഫിൽറ്ററാണ് നമുക്കിവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് തൊട്ട് താഴെ ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഈ ബ്രേക്കിൻ്റെ ഭാഗത്ത് കുറച്ചൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ലെങ്ത്, അതായത് ഈ ലിവറിൻ്റെ ലെങ്ത് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ബാക്കിയല്ല ഈ പീസ്, ഈ സിലിണ്ടറൊക്കെ വരുന്ന സ്റ്റോക്ക് തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് കുറച്ച് ലെങ്ത് കുറയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു നോർമൽ ബൈക്ക് വന്നിരിക്കുന്നതിന് സ്റ്റോക്ക് എടുത്ത് ഇവിടെ വെച്ചാണ്. അതുപോലെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരാം. അത്യാവശ്യം നല്ല വൈഡായിട്ട്, അതായത് 800 വന്നിരിക്കുന്ന ഒരു വൈഡ് റിമ്മാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ അതിന് വന്നിരിക്കുന്ന ടയറൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഒരു 145, 80, 12 എന്ന സൈസിലുള്ള ടയറൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അക്രാ പ്രോവിക്കിൻ്റെ ഒക്കെ നമ്മൾ ഈ ബൈക്കിലൊക്കെ വെക്കുന്ന ഒരു എക്സോസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൗണ്ടൊക്കെ ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളിയാണ്. സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി സൗണ്ട് ആട്ടോ. നല്ലൊരു പവർഫുൾ ബാസുള്ള സൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിനെ കൈ കൊടുത്താൽ അപ്പോൾ അടിപൊളി എക്സോസ്റ്റ് നോട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേൾക്കാനൊക്കെ ആയിട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബാക്കിലും ഇതുപോലൊരു കിറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഫൈബർ പീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കസ്റ്റം ബിൽഡ് ചെയ്തെടുത്തേക്കുന്ന ഈ ഫൈബർ പീസൊക്കെ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തെടുത്തേക്കാണ്. അതിൻ്റെ ഷേപ്പൊക്കെ ഭയങ്കര രസമാട്ടോ. ഒരു എയറോ ഡൈനാമിക് ഡിസൈൻ എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഏറ്റവും ബാക്കിൽ വരുവാണെങ്കിൽ ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാസിയും നേരിട്ട് കൊടുത്തേക്കും ഗ്രാബ് റെയിലാണ്. അത്യാവശ്യം നല്ലൊരു വെയിറ്റൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്രാബ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിൽ വന്നിരിക്കുന്ന ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഹോണ്ട യൂണിക്കോണിലൊക്കെ വന്നിരിക്കുന്ന ബ്രേക്ക് കിറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഡിസ്ക്കും അതുപോലെ ഇതിൻ്റെ കാലിപ്പറൊക്കെ ഇത് നിസിൻ്റെ കാലിപ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂണിക്കോണിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന സെയിം കാലിപ്പറും ഡിസ്കൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എടുത്തു പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാഫ്റ്റ് അതൊക്കെ കസ്റ്റമായിട്ട് ചെയ്തെടുത്താണ്. ഈ വണ്ടിക്ക് വേണ്ടി തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഷാഫ്റ്റ് ഫുള്ള്. ഷാഫ്റ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോഡ് ബൈക്കിന് വന്നിരിക്കുന്ന സൈസ് തന്നെ, അതായത് 42-43 ഇഞ്ച് ആ സെയിം സൈസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് തൊട്ടടുത്ത് നമുക്കിവിടെ ഈ ചെയിൻ ആൻഡ് സ്പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ 180യുടെ തന്നെ ചെയിൻ ആൻഡ് സ്പോക്കറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ലെങ്ത് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് കുറച്ചുകൂടി നീളം കൂടുതലൊക്കെ വേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ വണ്ടിയുടെ സിങ്ങാമിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ FCയുടെ സിങ്ങാമാണ് ഇവിടെ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ചെയിൻ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പ്രിംഗ് ടെൻഷനർ, അതായത് ചെയിൻ ടെൻഷനർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് തന്നെയാണ് പുള്ളി ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ നിന്ന് വണ്ടിയുടെ ബാക്കിലെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ FCയുടെ തന്നെ മോണോഷോക്ക് സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അടിപൊളിയായിട്ട് ഭയങ്കര സസ്പെൻഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരാൻ ഇവിടെ ഫൂട്രസിൻ്റെ ഭാഗത്തേക്ക് ഇതൊക്കെ കസ്റ്റമേഡായിട്ട് ചെയ്തിരിക്കുന്ന കേട്ടോ. നല്ല ഗ്രിപ്പുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ കാലൊരിക്കലും അതിനകത്ത് തെന്നി പോവോ ഒന്നും സംഭവിക്കില്ല. ഇനി നമുക്ക് അവിടെ നിന്ന് വണ്ടിയുടെ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരാം. ഫ്യൂൽ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അപ്പാച്ചിയുടെ ടാങ്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് കസ്റ്റമൈസ് ചെയ്ത് ഇതിനകത്ത് ഒരു 10 ലിറ്ററോളം കൊണ്ടിരുന്ന ടാങ്കിൽ ഇപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്തെടുത്ത് ഇതിനിപ്പോൾ 2 ലിറ്ററാണ് ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. കാരണം അതിൻ്റെ അകത്ത് കുറേ പാർട്സ് കാര്യങ്ങളൊക്കെ വെക്കേണ്ടതുകൊണ്ട് ടാങ്കിൻ്റെ കപ്പാസിറ്റി അത്രയായിട്ട് കുറയ്ക്കേണ്ടി വന്നു. ഇനി അതുപോലെ തന്നെ വണ്ടിയുടെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു സിംഗിൾ സീറ്റാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്യാവശ്യം ഇതൊരു കസ്റ്റമൈഡ് സീറ്റാട്ടോ. അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്ന കുഷനൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സീറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ടാങ്കിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കസ്റ്റമൈഡ് പീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിലെ കിറ്റിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ ബാക്കിൽ ഈ സൈഡിൽ കാണുന്നത്. ദെൻ നമുക്ക് വണ്ടിയുടെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു കസ്റ്റമൈഡ് ഹാൻഡിൽ ബാറൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ സാധാ ബൈക്കിലൊക്കെ നമ്മൾ ഒരു ബാർ ഹാൻഡിലാക്കാൻ വേണ്ടി മേടിക്കുന്നില്ല, നമ്മൾ ഒരു കസ്റ്റമൈഡ് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് കസ്റ്റമൈഡായിട്ട് മേടിക്കുന്ന ഒരു ഹാൻഡിൽ ബാറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ കിൽ സ്വിച്ച് കാര്യങ്ങൾ ഈ ഒരു കിറ്റൊക്കെ വന്നിരിക്കുന്നത് 180 തന്നെ കിറ്റാണ് വന്നിരിക്കുന്നത്. ഡൊമിനോയുടെ ക്വിക്ക് ത്രോട്ടിലാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമിനോയുടെ തന്നെ ഹാൻഡ് ഗ്രിപ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബിൽഡ് എടുത്ത വണ്ടിയുടെ ഓണർ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ നിൽക്കുന്ന അൻവറാണ് ഈ വണ്ടിയുടെ ഓണർ. അപ്പോൾ നമുക്ക് അൻവറിനോട് ചോദിക്കാം ഇത് എത്ര സമയം എടുത്തു അല്ലെങ്കിൽ എത്ര കോസ്റ്റ് വന്നു നമുക്ക് അൻവറിനോട് ചോദിക്കാം. ബാക്കിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ അൻവറിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. യെസ്, അപ്പോൾ അൻവറെ നമുക്കൊന്ന് ബാക്കിലേക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വണ്ടിയുടെ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അതിനകത്ത് പറയാനായിട്ട്? അപ്പോൾ അൻവറെ നമുക്ക് അന്നേരം വണ്ടി ഇത്രയും നമ്മൾ ബിൽഡ് ചെയ്തെടുത്തല്ലോ. അപ്പോൾ ഇതിന് എത്ര സമയമൊക്കെ എടുത്തു, എത്ര നാൾ പിടിച്ചു ഈ വണ്ടി ഇത്രയും ചെയ്തെടുക്കാനായിട്ട്? ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. 1 ഇയർ എടുത്തു വണ്ടി ഇത്രയും പണി ഇറക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയമുള്ള പോലെയാണ് വണ്ടി പുള്ളി ചെയ്തത്.
അങ്ങനെ സമയം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി വണ്ടിയൊക്കെ ചെയ്തെടുത്തത് കേട്ടോ, ഇങ്ങനെ ഒരു ഈ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് ഒക്കെ എങ്ങനെ നമ്മൾ വേറെ മേടിച്ച് അതോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കളക്ട് ചെയ്യുകയൊക്കെയാണോ? ഫേസ്ബുക്ക് വഴി ചെക്ക് ചെയ്തു. നമ്മൾ സെക്കൻഡ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് വണ്ടി പൊളിക്കുന്നിടത്തുനിന്ന് കുറേ പാർട്സ് എടുത്തിട്ടുണ്ട്. സ്ക്രാപ്പിൽ നിന്നൊക്കെ കുറേ എടുത്തുകൊണ്ട് വന്നു അല്ലേ? ഓക്കെ. പിന്നെ എത്ര കോസ്റ്റ് വന്നു നമ്മളിപ്പോൾ ഇത്രയും ഒരു രീതിയിലേക്ക് എത്തിക്കാനായിട്ട്? എത്തിക്കാൻ എനിക്കൊരു 55-60 അടുത്ത് വന്നിട്ടുണ്ട്. 60 രൂപയോളം വന്നു കേട്ടോ നമുക്ക് ഇത്രയും വണ്ടി പണം ഇറക്കാണ്ട്. മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ പുള്ളിയുടെ ലേബർ ചാർജ് പുള്ളി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, മെറ്റീരിയലിൻ്റെ ഇത് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ നോർമലി ഒരു ബൈക്ക് ഇതുപോലെ മേടിക്കാനാണെങ്കിൽ എനിക്ക് തന്നെ 3-4 രൂപയാവുമെന്ന് എനിക്ക് തോന്നണേ അല്ലേ? അപ്പോൾ അത്രയും പൈസ വരും. അപ്പോൾ നമുക്കൊരു 3 രൂപയൊക്കെ വെച്ച് നമ്മൾ ലേബർ കോസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് 3 രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ നിങ്ങളെ വേറെ ആരെങ്കിലും ഇങ്ങനെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണോ? ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പുള്ളി ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അതുപോലെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ കൊടുത്തേക്കാം പുള്ളിയുടെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇതിനകത്ത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പറയാനുണ്ടോ? എന്താ അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ളത്? അപ്ഡേഷൻ ഹാൻഡിലിങ്ങിന്റെ കുറച്ച് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്ഗ്രേഡ് ഇനി ചെയ്യാനുണ്ടല്ലേ? ഓടിച്ച് നമുക്ക് പുതിയതായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഓടിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വരുത്തണമല്ലോ. അപ്പോൾ കുറേ കൂടി ഓടിച്ച് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ കുറച്ച് നാൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണം കൂടുതൽ അപ്ഗ്രേഡ് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും വരുന്ന ടയറൊക്കെ ഒന്ന് ഓഫ് റോഡ് ടയറിലേക്ക് മാറ്റാനായിട്ടാണ് പുള്ളി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി ഫണ്ടിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ ഫുള്ളായിട്ടൊരു മോഡിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് കസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അത് ചെയ്തെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല, ഇതിങ്ങനെ ഒരു ഉണ്ടാക്കിയെടുത്താന്ന് പറയാൻ പറ്റില്ല. കാരണം അത്ര പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഇവിടെ കുറച്ചുകൂടി നമ്മൾ ഈ കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴാണ് വണ്ടിയുടെ ആ ഒരു എന്താണ് പൂർണ്ണമായിട്ട് രൂപം വരുള്ളൂ. ഇതിപ്പോൾ ഈ ഷാസിയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എന്താ പറയുക ഒരു നെയ്ക്കഡ് ലുക്കിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. കുറച്ചുകൂടി കിറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വണ്ടി ആ ഒരു കംപ്ലീറ്റ് ഒക്കെ ആ ഒരു സെറ്റപ്പിലേക്ക് വരും അല്ലേ? നമ്മൾ ശരിക്കും ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുക, അതായത് ഒരെണ്ണം വേറൊരു കമ്പനി മോഡൽ നമ്മൾ ഫുൾ മേടിക്കുന്ന പോലെ ഒരു രീതിയിലേക്ക് വരില്ലേ? യെസ്. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് വണ്ടിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളി വണ്ടിയാണ് പുള്ളിയുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇതിന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എക്സസ് നോട്ടും പിന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഞാൻ പറയാം. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഒടുങ്ങി. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു 5.5 ഹൈറ്റ് വെച്ച് നമുക്ക് അത്യാവശ്യം പ്ലാനഡ് ഫൂട്ടൊക്കെ ആയിട്ട് കാര്യം വന്നിരിക്കുന്നത്. നമുക്ക് എത്ര കുറച്ച് പൊക്കം കുറഞ്ഞ ആളാണ്, എന്നെ പോലുള്ള പൊക്കമുള്ളതാണെങ്കിലും നമുക്ക് ഓടിക്കാൻ കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് കംഫർട്ടായിട്ട് ഓടിക്കാം. അപ്പോൾ അടിപൊളി എക്സസ് നോട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നതെന്ന് അറിയില്ല, കാരണം മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയും നമ്മുടെ അൻവർ ബ്രോയിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വണ്ടികളൊക്കെ പുള്ളിക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയും പുതിയ വണ്ടിയൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മുടെ ക്യാമറയ്ക്ക് പറയും നമ്മുടെ ഓട്ടോ ഡൈനാമിക്കിലെ യാസിൻ നിൽപ്പുണ്ട്. പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ പുള്ളിയുടെ ചാനലൊന്ന് കയറി നോക്കുക, അടിപൊളിയാണ്. പുള്ളി നന്നായിട്ട് എൻ്റെ പോലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. എല്ലാവരും കയറി നോക്കുക. അപ്പോൾ ബൈ. എവിടെ പോണേ?